ഇടുക്കിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതികളെ ചൊല്ലി വീണ്ടും വിവാദം. ഇടുക്കിയുടെ ലാൻഡ്മാർക്കാവേണ്ടിയിരുന്ന ചെറുതോണി പാലം വികലമായാണ് പൂർത്തീകരിച്ചത് എന്ന് മുൻ എം പി ജോയ്സ് ജോർജ്. താൻ പാർലമെന്റ് അംഗമായിരുന്ന സമയത്ത് 70% പണി പൂർത്തീകരിച്ചിരുന്ന ബോഡിമെട്ട് മൂന്നാർ ഗ്യാപ് റോഡ് വികസനവും വികലമാക്കിയതായി മുൻ എം പി ആരോപിച്ചു. പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുത്ത് വാചക കസരത്ത് നടത്തുന്നവർ താൻ പാർലമെന്റ് അംഗം ആയിരുന്നപ്പോൾ ജില്ലയിലെ പ്രധാന പദ്ധതികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണെന്ന് മനസ്സിലാക്കണമെന്നും ജോയ്സ് ജോർജ് വ്യക്തമാക്കി. നമ്മൾ പുനർനിർമ്മിക്കുകയാണ് ഇടുക്കിയെ, ഒരു റീബിൽഡിംഗ് ആണ്. അപ്പൊ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഇടുക്കിയെ പുനർനിർമ്മിച്ചെടുക്കുമ്പോൾ അത് ഇടുക്കിയെ ഒരു സൗന്ദര്യമുള്ള പുതിയ ഇടുക്കിയാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സിഗ്നേച്ചർ ബ്രിഡ്ജ്, അത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും അടുത്ത ഉദ്യോഗസ്ഥന്മാരും തത്വത്തിൽ അംഗീകരിച്ചതിന്റെ ഭാഗമായി ചെറുതോണിയിൽ നമ്മൾ അതിനുള്ള പ്രപ്പോസൽ കൊടുത്തു. അത് അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് പാർലമെന്റ് ഇലക്ഷൻ വരുന്നത്. പിന്നീട് പാർലമെന്റ് ഇലക്ഷന് ശേഷം പിന്നീട് ആ പ്രപ്പോസൽ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നീട് ആ റോഡ് പാലം അവിടെ നിർമ്മാണം ആരംഭിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ, സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെ അതിന്റെ പദ്ധതി രേഖ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ച് പണം അനുവദിച്ചു ഒന്നാണ്. അതിനുശേഷം പിന്നീട് എനിക്ക് ദൗർഭാഗ്യകരമായി തോന്നിയ ഒരു കാര്യം, ആ പദ്ധതിയുടെ രൂപഭാവം മാറ്റുക മാത്രമല്ല, അത് ചെറുതോണി പട്ടണത്തിന്റെ ഒരു തിലകക്കുറിയായി നിൽക്കേണ്ട, ഇടുക്കി ജില്ലയുടെ അഭിമാനസ്തംഭമായി മാറേണ്ടിയിരുന്ന ആ ഒരു പദ്ധതിയെ വളരെ വികലമായി വളച്ചും തിരിച്ചുമൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ച് ഒരു അപമാനകരമായ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമാണെങ്കിൽ പോലും ആ പാലവും ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. പക്ഷെ 2019 പാർലമെന്റ് ഇലക്ഷന് ശേഷം ആ റോഡിന്റെ നിർമ്മാണഗതിയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളുള്ള സമയത്ത് കൃത്യമായ മോണിറ്ററിംഗ് നടന്നിരുന്നു. പിന്നീട് അത് ഒരു പാറഖനനത്തിന്റെ ഒരു പദ്ധതിയായി ചില ഭാഗങ്ങളിൽ അത് മാറുകയും അത് വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമായി തീരുകയും 2019 വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുകയും പിന്നെ ആ റോഡിന്റെ ഏതാണ്ട് 80% നിർമ്മാണം പൂർത്തീകരിച്ച്, അല്ലെങ്കിൽ 70-75% നിർമ്മാണം 2019 പൂർത്തീകരിച്ചിരുന്നത് പിന്നീട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വലിയ കാലതാമസം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. എന്താണെങ്കിലും ഇപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു.